ആക്ച്വലി ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നിങ്ങളുടെ വില കളഞ്ഞ് ഒരാളുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു ലിമിറ്റ് വയ്ക്കുക. എല്ലാവർക്കും ലിമിറ്റ് പലതാണ്, പല ലിമിറ്റാണ്. ചിലർക്ക് ഒരു 100 കോൾ കഴിയുമ്പോൾ ഒരാൾ എടുത്തില്ലെങ്കിൽ അത് കട്ട് ചെയ്യും. ചിലർക്ക് 200 ചിലർക്ക് 300 ചിലർക്ക് 400. അതുവരെ വില കളയാം. കാരണം വെച്ചാൽ നമ്മൾ വി ആർ ട്രൈയിങ് അവർ ലെവൽ ബെസ്റ്റ്. പക്ഷെ നമ്മുടെ ലെവല് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഡോണ്ട് ജസ്റ്റ് കോൾ ദം അപ്പ് ആൻഡ് ഡോണ്ട് ഈവൻ അറ്റൻഡ് ദെയർ കോൾസ്. നിങ്ങളുടെ ദോഷ സമയത്ത് നിങ്ങളെ കളഞ്ഞിട്ട് പോയ ആൾക്കാർ, അത് കളഞ്ഞു പോയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചിട്ട് പോയി ബേസിക്കലി പിന്നെ അന്വേഷിക്കാതിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇൻസ്പിറേഷണലായിട്ടുള്ള വാക്കുകൾ തന്നിട്ട് പോയ ആൾക്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അവരെ ഓർത്തു വയ്ക്കണം. പക്ഷേ ബേസിക്കലി നിങ്ങളുടെ ഗുഡ് ടൈംസിൽ മാത്രം ഉണ്ടായിരുന്ന ആൾക്കാർ, അവർ നിങ്ങളെ ദൂഷ്യമുള്ള കാര്യത്തിൽ കളഞ്ഞിട്ട് പോവുകയാണെങ്കിൽ യു മസ്റ്റ് ബി വെയർ ഓഫ് ദാറ്റ്. പിന്നീട് അവർ വരുവാണെങ്കിൽ ആരാന്ന് അങ്ങോട്ട് ചോദിച്ചേക്കണം, മനസ്സിലായില്ല എന്ന് പറഞ്ഞേക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നിങ്ങളുടെ ഒരു സമയത്ത് എല്ലാ സത്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ കൂടെ വന്ന്, അതിപ്പോൾ പെൺകുട്ടിയെടുത്ത് ആൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയെടുത്ത് പെൺകുട്ടിയാണെങ്കിലും, ഭാര്യയാണെങ്കിലും ഗേൾ ഫ്രണ്ടാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും ബോയ് ഫ്രണ്ടാണെങ്കിലും, ഒരാൾ നിങ്ങൾക്ക് ഇൻസ്പിറേഷനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബി ഗ്രേറ്റ്ഫുൾ ടു ദം, ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ടു ദം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് അവർ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. അവർ പറയുന്നതിൽ കാര്യമുണ്ട്, എന്തെങ്കിലും കാര്യം കാണാതിരിക്കില്ല എന്നും കൂടെ മനസ്സിലാക്കുക. ഗിവ് ദം ടൈം. ചിലപ്പോൾ 5 വർഷമായിരിക്കാം, ചിലപ്പോൾ 10 വർഷമായിരിക്കാം, ചിലപ്പോൾ 15 വർഷമായിരിക്കാം. ബട്ട് ദർ ഇസ് ഓൾവേസ് ദാറ്റ് സ്വീറ്റ്നെസ് ഇൻ വെയിറ്റിംഗ്. അത് വളരെ ഇമ്പോർട്ടൻ്റ്. 15 വർഷമല്ല, 20 വർഷമല്ല, നമ്മുടെ ജീവിതം പോസിറ്റീവ്. എനിക്കിപ്പോൾ 48 വയസ്സായി, എന്നിട്ടും ഞാനിപ്പോൾ ഡൈ ചെയ്തിട്ടില്ല. മുടി എൻ്റെ നെഞ്ചത്ത് മാത്രമാണ് നര. പക്ഷേ സ്റ്റിൽ ഐ ആം എൻ യങ്സ്റ്റർ. മൈൻഡിനകത്ത് ആസ് യങ് ആസ് 16 or 17, ബട്ട് മെച്യൂർ ആസ് ഈവൻ 60 or 70. അതാണ് വ്യത്യാസം. സോ ബി പീസ്ഫുൾ. ഓഫ് കോഴ്സ് പറയാനുള്ള ഗ്രഡ്ജസ് മനസ്സിൽ വെക്കേണ്ട കാര്യമില്ല. തുറന്ന് പറയുക, വേൾഡിനോട് തുറന്ന് പറയുക. ആസ് യു സെഡ് ഇൻ എ കപ്പിൾ ഓഫ് ഡേയ്സ് ബിഫോർ. അതേ ഉള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞാൽ then there is no problem. പ്രശ്നമില്ല. ഫേസ് ദ ചലഞ്ചസ് ഹെഡ് ഓൺ. അല്ല ഒളിച്ചും പാത്തുമല്ല. പിന്നെയും ആരെയും കുത്തരുത്. പറയുക, നേരെ ചെന്ന് കുത്തും, അല്ലെങ്കിൽ നേരെ നിന്ന് വെടിവെക്കും. അല്ലാതെ കൂട്ടം കൂടിയോ ഒന്നുമല്ല ചെയ്യേണ്ടത്. ഒറ്റയ്ക്ക് എന്ന് അവൻ്റെ പാളത്ത് നിന്ന് തട്ടണം. ഗ്രൂപ്പാണെങ്കിലും അവനെ ഒറ്റയ്ക്ക് തട്ടണം. അതാണ് ബി എ റോക്കി. താങ്ക്സ് മച്ച്.